ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ. ഞാൻ തെറാപ്യൂട്ടിക് ഫുഡെന്നും പറഞ്ഞ് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണിത്. അതായത് ഗർഭിണികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഒരു പൊടിയാണ്. ഇതിൻ്റെ അകത്ത് ചെറുപയർ, ഗോതമ്പ്, സോയ ചങ്ക്സ്, ഗ്രൗണ്ട് നട്ട്, സീസയും, ബംഗാൾ ഗരം, ഗ്രീൻ ഗരം എന്നൊക്കെ പറയുന്ന ധാന്യങ്ങൾ പൊടിച്ച് പൊടിയാണിത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. ഇത് കവർ പൊട്ടിച്ച് ഞാനൊരു ബോട്ടിലിട്ടിട്ടുണ്ട്. അതിൽ നിന്നും 1 സ്പൂണ് പൊടി എടുക്കുക. ഒറ്റ സ്പൂണ് പൊടി മതി. എൻ്റെ മുഖത്തിടാൻ അത്രയും മതി. ഒറ്റ സ്പൂണ് മാത്രം എടുക്കുന്നുള്ളൂ. ഇനിയും ഇതിൻ്റെ അകത്ത് തൈര് ചേർക്കണം. തൈര് എടുത്തുകൊണ്ട് വരട്ടെ. കട്ടത്തൈര്. ഇതും 1 സ്പൂണ് ചേർക്കാം. ചേർക്കാം. ഇനിയും വേറൊരു കാര്യം കൂടെ ഉണ്ട്, എടുത്തുകൊണ്ട് വരാം. തേന്. ഇത് ചെറുതേനാണ്, നമ്മുടെ ഇവിടെ കിട്ടിയ തേനാണിത്. ഇത് 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരും. നന്നായി കട്ടയൊന്നുമില്ലാതെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തു. ഇനിയും ഇത് നമുക്ക് മുഖത്ത് പുരട്ടാം. ഈ ചാനൽ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്ന വീഡിയോ കാണിക്കുന്നത്. ഞാൻ ഓർത്ത് അങ്ങനത്തെയൊക്കെ വീഡിയോ കാണിക്കണമെന്നൊക്കെയാണ് ഓർത്തിരുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ചാനലിലുള്ള വ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനതൊക്കെ മടിച്ചതാണ്. ഇടുന്നതൊന്നും കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെപ്പോലൊക്കെ ഇട്ടാൽ ആരും കാണത്തില്ലല്ലോ, ആരും അംഗീകരിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോഴേ ഇന്ന് ഞാൻ എൻ്റെ മുഖത്തിടുന്നുണ്ട്. അപ്പോഴിതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ ഇത് പുരട്ടുന്നതിന് മുമ്പായിട്ടേ ചെറിയ ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം നമുക്കെടുക്കാം. അതായത് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് അരി ഇട്ടിട്ടുണ്ട്. ആ അരി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്വം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം എടുക്കുക. അത് സൂപ്പറാണ്. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈയും കാലും ഒന്നും പൊള്ളാത്ത രീതിയിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം കൊണ്ട് മുഖം നന്നായി ഒന്ന് കഴുകാം. ഞാൻ കഴുകിക്കൊണ്ട് വരട്ടെ. ഇപ്പോഴും ഞാൻ മുഖമൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തെ ഈ തൊലിയിലുള്ള സുഷിരങ്ങളൊക്കെ ഒന്ന് തുറക്കാനും വേണ്ടിയാണ് ഞാൻ ഈ മുഖം കഴുകുന്നത്. അതായത് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ തൊലി വേഗം വലിച്ചെടുക്കണം, പെട്ടെന്ന് ഗുണം കാണിക്കണം. ഇപ്പോഴേ ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് തുടങ്ങിയാലോ. ഈ നനവോട് തന്നെ നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോഴേ മുഖത്ത് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. എന്തൊരു തണുപ്പ്! സൂപ്പർ തണുപ്പ്. ഇത് കഴുത്തിനോട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കഴുത്തിനിട്ട് കൊടുക്കുന്നില്ല, മുഖത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടാകുമ്പോൾ കഴുത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം കഴുത്തിന് ഇട്ട് കൊടുത്താൽ എനിക്ക് അസ്വസ്ഥത എടുക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇപ്പോഴേ ഒരാവൃത്തി ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങുന്നു എന്ന് ഒരു പരുവമാകുമ്പോഴേ വീണ്ടും നമുക്കിട്ട് കൊടുക്കാം. ഇപ്പോഴേ എൻ്റെ മുഖത്തേതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇത് ഒന്നുകൂടെ ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്? ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊക്കെ
ഇങ്ങനെയൊക്കെ കിട്ടുന്ന നമ്മുടെ നിത്യോപയോഗത്തിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കി ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. പണി ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കും. ഈ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ്സും മുഖത്തെ പാടുകളൊക്കെ മാറി കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. ഇത് വീണ്ടും ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഇട്ട് കൊടുത്തു മുഖം മൊത്തം. ഇപ്പോഴേ ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് കഴുകിക്കളയാം. മിച്ചം കുറച്ചുണ്ട്, അത് ഫ്രിഡ്ജ് വെക്കുകയാണ്. പിന്നെ കുളിക്കുന്നതിന് മുമ്പായിട്ട് കഴുത്തിനിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് മിച്ചമുണ്ട്, കുറച്ച് മിച്ചമുണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആ തണുപ്പോടെ കഴുത്തിനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയ ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇപ്പോഴേ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഒന്ന് കഴുകിക്കളയാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പ് വെച്ച് കഴുകിക്കളയാം. ശരിക്കും കഴുകിയൊന്ന് തുടയ്ക്കാം. ഞാൻ മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് തുടച്ച് കാണിക്കും. ഇതാ മുഖം തുടച്ചു എടുത്തു. നല്ല മുഖം നല്ല ക്ലീനായി. ഇപ്പോഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലേ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ പായ്ക്ക് തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നല്ലതാണ്, ഒരു ദൂഷ്യവും ഇല്ലാത്തതാണ്. അപ്പോഴേ എല്ലാവരും ചെയ്യുമല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.